സജ്ജനങ്ങളെ, ജന്മം കൊണ്ട് കുടുംബത്തിൽ ഭാഗ്യനക്ഷത്രങ്ങളായി ഉദിക്കുന്ന പുരുഷ നക്ഷത്ര ജാതകരെക്കുറിച്ച് നമുക്കൊന്നറിയാം. കർക്കിടകം 1:45 നാഴിക എത്തുമ്പോൾ ഭരണി നക്ഷത്രം ഉച്ചാവസ്ഥയിലാകും. ഭരണി നക്ഷത്രം ജനിക്കുന്നവൻ സ്ത്രീ സക്തനായിരിക്കും. ഇവർക്ക് പുത്രന്മാർ കുറവായിരിക്കുന്നതാണ്. മാന്യതയും ധീരതയും പുലർത്തും. ശാന്തനും സത്യവാദികളുമായി കാണുന്നവർക്ക് ദീർഘായുസ്സുമുണ്ട്. ഇവരുടെ ശുക്രദശാകാലം കുടുംബത്തിന് ഐശ്വര്യം നൽകുന്നതായിരിക്കും. അടുത്തതായി കുടുംബത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുന്ന ഉത്രം നക്ഷത്ര ജാതകരെക്കുറിച്ചാണ്. ധനുരാശി കാൽഭാഗം എത്തുമ്പോൾ ഉത്രം ഉച്ചസ്ഥിതിയിലാകും. ഇവർ കുടുംബത്തിൽ പ്രമാണിയും ജനസമ്മതനുമാകും. ഉത്രം നക്ഷത്രക്കാർക്ക് പൊതുവെ വിശപ്പ് കുറവായിരിക്കുന്നതാണ്. എല്ലാവരോടും സ്നേഹമായും മാന്യമായും പെരുമാറും. ധനവും സുഖവും അനുഭവയോഗ്യമാകും. അടുത്തതായി വിശാഖം നക്ഷത്ര ജാതകരെക്കുറിച്ചാണ്. മകരൻ രാശി 3:15 ചെല്ലുമ്പോൾ ഉച്ചാവസ്ഥയിലാകും വിശാഖം നക്ഷത്രം. ആരെയും നിന്ദിക്കുവാനും സ്തുതിക്കുവാനും വാക് സാമർഥ്യമുള്ളവരായിരിക്കും വിശാഖം നക്ഷത്രക്കാർ. എല്ലാവരോടും ഈർഷ്യ തോന്നുക ഇവരുടെ പതിവാണ്. ധനവും പ്രശസ്തിയും ആർജിക്കുക തന്നെ ചെയ്യും. സാധാരണവർ പിശുക്കരാണ്. അധികം തുകകളൊന്നും ചെലവഴിക്കില്ല. പക്ഷേ അവരറിയാതെ പണം ചെലവാകുകയും ചെയ്യും. കുടുംബത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുന്ന മറ്റൊരു നക്ഷത്രമാണ് മൂലം നക്ഷത്രം. മൂലം നക്ഷത്രം കുംഭം രാശിയിൽ 3:45 നാഴികയിൽ ഉച്ചസ്ഥിതിയിലാകുന്നതാണ്. സമ്പത്തും ബഹുമാന്യതയും നേടുന്നവർ നേതൃസ്ഥാനങ്ങളിലേക്ക് ഉയരുന്നു. കീർത്തി, ഐശ്വര്യം, സൗഖ്യം ഇവർ നേടുമെങ്കിലും ഇടയ്ക്കിടെ രോഗം അലട്ടുന്ന ചില പ്രശ്നങ്ങളും ഇവർ അഭിമുഖീകരിക്കും. ഇവർക്ക് ശത്രുക്കളൊന്നും ഉണ്ടാവുകയില്ല. അടുത്തതായി കുടുംബത്തിലേക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന മറ്റൊരു നക്ഷത്രമാണ് രേവതി നക്ഷത്രം. മിഥുനം 2:45 നാഴികയെത്തുമ്പോൾ ഈ നക്ഷത്രം ഉച്ചത്തിലാകും. ഇവർ ധനവും ബുദ്ധിയുള്ളവരുമായിരിക്കും. ഏവരും ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ശരീരഘടനയായിരിക്കും ഉണ്ടാവുക. രേവതി നക്ഷത്ര ജാതകൻ ഭാര്യയ്ക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവൻ ആയിരിക്കും എന്നൊരു കുറവ് കൂടിയുണ്ട്. ഇപ്പോൾ പറഞ്ഞത് ഈ നക്ഷത്രക്കാരുടെ പൊതുഫലങ്ങൾ മാത്രമാണ്. ഇവരുടെ ജാതകവും വെച്ച് ഇതിനോടൊത്തു ചേർത്ത് വായിച്ചാൽ മാത്രമേ യഥാർത്ഥ ജ്യോതിഷഫലം അനുഭവവേദ്യമാകൂ. നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ഉയർച്ചയ്ക്കായി രുദ്രവീണ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഇനിയും രുദ്രവീണയെ പിന്തുടർന്നിട്ടില്ല എങ്കിൽ പിന്തുടരുമല്ലോ.